അടുത്ത കാലത്തായി വ്യത്യസ്തമായ വേഷങ്ങൾ പരീക്ഷിച്ച് കയ്യടി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. അത്തരത്തിൽ മമ്മൂട്ടിയുടെ വേറിട്ട ശൈലി കൊണ്ട് കയ്യടിയും കളക്ഷനും നേടി മുന്നേറുകയാണ് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം. ഒരു മലയാള ചിത്രത്തിന് തിയേറ്റർ റിലീസിംഗ് സമയത്ത് തന്നെ മറുഭാഷാ പ്രേക്ഷകരിൽ നിന്ന് അഭിനന്ദനം ലഭിക്കുന്നത് അപൂർവമാണ്. OTT റിലീസ് സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിലും തിയേറ്റർ റിലീസിൽ അത് ഉണ്ടാവാറില്ല. ഭ്രമയുഗം ആദ്യ ദിനങ്ങളിൽ തന്നെ മറുഭാഷാ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ മികച്ച സ്ക്രീൻ കൗണ്ടോട് കൂടിയുള്ള റിലീസ് എന്നതുകൂടാതെ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന പാൻ ഇന്ത്യൻ ചിത്രം എന്നതും മലയാളികൾ അല്ലാത്തവർക്കും ഈ ചിത്രത്തോട് താല്പര്യം ഉണ്ടാക്കിയ ഘടകങ്ങളാണ്. ഇപ്പോഴിതാ മറ്റൊരു ഭാഷയിലും റിലീസിനൊരുങ്ങുകയാണ് ചിത്രം. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി മൊഴിമാറ്റ പതിപ്പുകളും അണിയറയിൽ തയ്യാറായിരുന്നു. ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളോടെ മലയാളം പതിപ്പാണ് കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും ഫെബ്രുവരി 15-ന് റിലീസ് ചെയ്യപ്പെട്ടത്. ചിത്രം ശ്രദ്ധ നേടിയതിന് പിന്നാലെ മൊഴിമാറ്റ പതിപ്പുകളുടെ റിലീസ് എന്നാണെന്ന അന്വേഷണങ്ങളും സിനിമാ പ്രേമികളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ഇപ്പോഴിതാ അതിനുള്ള ഉത്തരം നിർമ്മാതാക്കളിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പാണ് ആദ്യം തിയേറ്ററുകളിൽ എത്തുക. റിലീസ് തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 23-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. തെലുങ്കിലെ പ്രമുഖ ബാനറായ സിതാര എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം വിതരണം ചെയ്യുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. തമിഴ്, കന്നഡ, ഹിന്ദി പതിപ്പുകളുടെ റിലീസ് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ വൈകാതെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല കളക്ഷന്റെ കാര്യത്തിലും ഭ്രമയുഗം വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ദിനത്തിൽ തുടങ്ങിയ ബോക്സ് ഓഫീസ് മേധാവിത്വം മമ്മൂട്ടി ചിത്രം ആദ്യ ഞായറാഴ്ചയും തുടരുന്നു എന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർ സാക് നിൽക്കിന്റെ കണക്കുകൾ പറയുന്നത്. ചിത്രത്തിന്റെ ആകെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഞായറാഴ്ചത്തെ ആദ്യ കണക്കുകൾ കൂടി കൂട്ടിയാൽ 12.80 കോടി രൂപയാണ്. ആഗോള കളക്ഷൻ 30 കോടി കടന്നേക്കും എന്നാണ് വിവരം. ഞായറാഴ്ച ഭ്രമയുഗത്തിന് മൊത്തം മലയാളം ഒക്യുപ്പേഷൻ 67.62% ആയിരുന്നു. ആദ്യത്തെ കണക്കുകൾ പ്രകാരം കളക്ഷൻ 3.90 ആണ്. ഇത് ചിലപ്പോൾ 4 കോടി ആയേക്കാം. എങ്കിലും ഈ വർഷം ഒരു മലയാള ചിത്രത്തിന്റെ റിലീസ് ഡേ ഒഴിച്ചു നിർത്തിയാൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച കളക്ഷൻ ആയിരിക്കും ഇതെന്നാണ് ട്രാക്കർമാരുടെ അഭിപ്രായം. മോർണിംഗ് ഷോകൾ 56.75%, ആഫ്റ്റർനൂൺ ഷോ 71.86%, ഈവനിംഗ് ഷോ 71.86%, നൈറ്റ് ഷോ 63.20% എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് LLP ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. ഛായാഗ്രഹണം ഷെഹ്നാസ് ജലാലാണ്. സംഗീതം ക്രിസ്റ്റോ സേവിയറുമാണ്. മാത്രമല്ല ഭ്രമയുഗം കണ്ട ശേഷം ഇൻസ്റ്റഗ്രാമിൽ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ജീത്തു ജോസഫ്. ഇത് വൈറലാകുകയും ചെയ്തു. ഭ്രമയുഗം കണ്ടെന്നും അത് തികച്ചും പുതിയൊരു സിനിമാനുഭവമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ചിത്രം തിയേറ്ററിൽ പോയി കാണേണ്ടതാണെന്നും ജീത്തു ജോസഫ് പറയുന്നുണ്ട്. ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിരുന്നു അദ്ദേഹം ഷെയർ ചെയ്തത്. ഒപ്പം സംവിധായകൻ രാഹുൽ സദാശിവനും എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും ഹാറ്റ്സ് ഓഫ് എന്നും ജീത്തു ജോസഫ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ഞാൻ സാറിന്റെ ഡൈഹാർഡ് ഫാനാണ് എന്ന ഒരു കമന്റും അതിനു പുറമെ വാവ് മൈൻഡ് ബ്ലോയിങ് എന്ന മറ്റൊരു കമന്റുമാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ സെൽവരാഘവൻ കുറിച്ചത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. നടൻ ആസിഫ് അലിക്ക് വന്ന റോളായിരുന്നു അർജുൻ അശോകൻ ചിത്രത്തിൽ ചെയ്ത പാണന്റെ റോൾ. എന്നാൽ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അത്രേ. പക്ഷേ ഇതിലിപ്പോൾ ഒരു അഭിമുഖത്തിൽ വിശദീകരണം നൽകുകയാണ് ആസിഫ് അലി. ഭ്രമയുഗത്തിലെ വേഷം നഷ്ടമായതിൽ വിഷമമുണ്ടെന്ന് പറയുന്ന ആസിഫ് ഭ്രമയുഗം താൻ ഉപേക്ഷിച്ചതല്ലെന്ന് പറഞ്ഞു. ആ സിനിമ പ്ലാൻ ചെയ്തതിനേക്കാൾ വേഗത്തിലാണ് സംഭവിച്ചത്. കാരണം അമ്മൂക്ക ഒരു സിനിമയ്ക്ക് വേണ്ടി താടി വളർത്തുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് വേറെ ചില തിരക്കുകൾ ഉള്ളതിനാൽ എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അതിൽ ഒരുപാട് വിഷമമുണ്ട്. ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചത് സിനിമയോട് അദ്ദേഹത്തിന്റെ എത്രത്തോളം ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണെന്നും ആസിഫ് പറഞ്ഞു. ആ സിനിമയെ മനസ്സിലാക്കി അത് ചെയ്യാൻ തീരുമാനിക്കാൻ ധൈര്യം വേണം. അത് മമ്മൂക്ക കാണിച്ചു എന്നുള്ളത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിന്റെ മഹാനടനായി നിൽക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് മുഴുവൻ കേൾക്കുകയും കൃത്യമായി വായിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമയാണത്. അത് അർജുന്റെ അടുത്തേക്ക് പോയതിൽ സന്തോഷമേയുള്ളൂ. അർജുന്റെ അടുത്ത ഘട്ടമാണ് ഈ സിനിമയോട് കൂടി സംഭവിക്കുന്നത്. സിനിമകൾ എടുക്കാൻ നിലനിൽപ്പിന്റെ പ്രശ്നമോർത്ത് നടന്മാർ മടിക്കുമ്പോൾ ആ പേടി മാറ്റിത്തന്ന നടനാണ് മമ്മൂക്കയെന്നും ആസിഫ് അലി അഭിമുഖത്തിൽ പറയുന്നു. ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ നേരത്തെ ശ്രദ്ധ നേടിയിട്ടുള്ള രാഹുൽ സദാശിവൻ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ചിത്രമെന്ന നിലയിൽ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രമായിരുന്നു ഭ്രമയുഗം. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കപ്പെട്ട ഹൊറർ ചിത്രം എന്നതും ഹൈപ്പ് ഉയർത്തിയ ഘടകമാണ്.